ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് 8. ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം. കർത്താവ് ആജ്ഞ കൊടുക്കുന്നു, സുവാർത്താദൂതികൾ വലിയൊരു ഗണമാകുന്നു. സങ്കീർത്തനം 68:11. വനിതകൾക്ക് വോട്ടവകാശം നൽകുന്ന US ഭരണഘടനയുടെ 19ാം ഭേദഗതി പാസാക്കിയതിൻ്റെ 100ാം വാർഷികം 2020 ആഘോഷിച്ചു. പഴയ ഫോട്ടോഗ്രാഫുകളിൽ സങ്കീർത്തനം 68:11 ആലേഖനം ചെയ്ത ബാനറുകളുമായി മാർച്ച് ചെയ്യുന്നവരെ കാണാം. കർത്താവ് ആജ്ഞ കൊടുക്കുന്നു, സുവാർത്താദൂതികൾ വലിയൊരു ഗണമാകുന്നു. സങ്കീർത്തനം 68 ദാവീദ് ദൈവത്തെ ബദ്ധന്മാരെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നവനായും ക്ഷീണിതരായ തന്റെ ജനത്തെ നവീകരിക്കുകയും പുതുക്കുകയും ചെയ്യുന്നവനായും വിശേഷിപ്പിക്കുന്നു. ഈ സങ്കീർത്തനത്തിന്റെ 35 വാക്യങ്ങളിൽ ദാവീദ് 42 തവണ ദൈവത്തെ പരാമർശിക്കുന്നു. അനീതിയിൽ നിന്നും കഷ്ടതയിൽ നിന്നും തങ്ങളെ രക്ഷിക്കുവാൻ ദൈവം അവരോടൊപ്പം നിരന്തരം ഉണ്ടായിരുന്നതെങ്ങനെയെന്ന് താൻ വെളിപ്പെടുത്തുന്നു. വലിയൊരു ഗണം സുവാർത്താദൂതികൾ ഈ സത്യം പ്രഘോഷിക്കുന്നു. വോട്ടവകാശത്തിനു വേണ്ടി അണിനിരന്ന സ്ത്രീകൾ സങ്കീർത്തനം 68 പ്രഖ്യാപിക്കുന്നതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ ബാനറുകൾ കാലാതീതമായ ഒരു സത്യത്തെ വിളിച്ചറിയിച്ചു. അനാഥന്മാർക്കു പിതാവും വിധവമാർക്ക് ന്യായപാലകനുമായ ദൈവം തൻ്റെ ജനത്തിനു മുമ്പേ പോയി അവരെ അനുഗ്രഹത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഇടങ്ങളിലേക്ക് നയിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും തൻ്റെ ജനത്തോടൊപ്പം, പ്രത്യേകിച്ചും ദുർബലരുടെയും കഷ്ടപ്പെടുന്നവരുടെയും കൂടെ ഉണ്ടായിരുന്നുവെന്ന് ഓർത്തുകൊണ്ട് ഇന്ന് നമുക്ക് ധൈര്യപ്പെടാം. പണ്ടത്തെ പോലെ തന്നെ തൻ്റെ ആത്മാവിലൂടെ ദൈവ സാന്നിധ്യം ഇന്നും നമ്മോട് കൂടെയിരിക്കുന്നു. ചിന്തിക്കുക, പ്രയാസകരമായ ഒരു പോരാട്ടത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചത്? അത് നിങ്ങൾക്ക് എന്ത് പ്രോത്സാഹനമാണ് നൽകിയത്? ദൈവത്തിന് മഹത്വം.